അള്ളാഹിനോടൊന്ന് പറഞ്ഞുകൂടെ ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരാൻ? അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരുമല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നോ, റഹ്മ, എന്തിനാണ് ഞാൻ അള്ളാഹുവിനോട് എന്നെ പരിഭവവും പരാതിയും പറയുന്നത്? നീണ്ട 80 വർഷം അള്ളാഹു എനിക്ക് ആവോളം സുഖം കോരി വാരി തന്നില്ലേ? ഇനി 80 വർഷം അതിന് പകരം അള്ളാഹു എന്നെ ദുഃഖിപ്പിച്ചോട്ടെ, എനിക്കൊരു പരാതിയില്ല. ഞാൻ എന്തിനാ അള്ളാഹുവിനോട് പരിഭവം പറയുന്നത്? അയ്യൂബ് നബി ചോദിച്ചു ഭാര്യയോട്, 80 വർഷം അവൻ എനിക്ക് നന്നായിട്ട് സുഖവും അനുഗ്രഹവും വാരിക്കോരി തന്നില്ലേ? ഇനി അതിനു പകരം 80 വർഷം അവൻ എനിക്ക് പരീക്ഷണം തന്നോട്ടെ, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ഞാൻ അള്ളാഹുവിനോട് പറയാൻ ഒരു പരാതിയുമില്ല എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ പറയോ സഹോദരങ്ങളെ? നമ്മൾ പറയോ നമുക്കെല്ലാം കിട്ടി ഒരു നേരം പിടച്ചു പോയാ നിക്കരിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താ? ഇത്രയും നാൾ അള്ളാഹു തന്നതിനെ കുറിച്ച് ഓർക്കൂല. നന്ദി കെട്ടവൻ. ഒരു മനുഷ്യൻ തലവേദനയാണെന്ന് പറഞ്ഞ് തലയിൽ കെട്ടിക്കൊണ്ട് വരുന്നു. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വഴി വെച്ച് കണ്ടു. എന്തു പറ്റി? തലവേദനയാണ്. റാബിയത്തുൽ അദവി വിളിച്ചട, നന്ദി കെട്ടവനെ, ഇത്രയും നാൾ നിന്റെ തലയ്ക്ക് ഒരു വേദനയും ഇല്ലാതിരുന്നിട്ട് എന്റെ തലയ്ക്ക് വേദനയേ ഇല്ല എന്ന് ലോകത്തോട് പറയാൻ നിനക്കൊരു അടയാളം വെക്കണമെന്ന് തോന്നിയില്ലല്ലോ. ഇപ്പൊ ഒരു നേരം തലയ്ക്ക് വേദന വന്നപ്പോൾ അല്ല എനിക്ക് തലവേദന തന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി അടയാളവും കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന നന്ദി കെട്ടവനെ എന്ന് ചോദിച്ചു റാബിയത്തുൽ അദവിയ റളിയല്ലാഹു. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചാണ് വേവലാതി, കിട്ടിയതിനെ കുറിച്ച് നമുക്കൊരു വലിപ്പവും ഉണ്ടാകാറില്ല. അവസാനം ഇത്രയേറെ മാരകമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാ ദുആ ചെയ്തത്? നിത്യജീവിതത്തിന്റെ ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എങ്ങനെയാണ് ദുആ ചെയ്തത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ അന്നീ മസ്സനിയൽ ദുർറു, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, എനിക്കൊരു വല്ലാത്ത വിപത്ത് വന്ന് പെട്ടുപോയി തമ്പുരാനെ. അല്ലാഹുവേ വഅന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നീയാണെങ്കിലോ നിന്റെ അടിമകളോട് ഏറ്റവും കനിവുള്ളവനാണല്ലോ തമ്പുരാനെ. അയ്യൂബ് നബിയുടെ ദുആ പഠിപ്പിക്കുകയാണ് ഖുർആൻ. അള്ളാഹു പഠിപ്പിക്കുക. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അയ്യൂബ് നബി എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ അന്നീ മസ്സനിയൽ ദുർറു, ഞാനൊരു വലിയ വിഷമത്തിലാണ്, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകൂല. അല്ലാഹുവേ, നീയാണെങ്കിലോ വഅന്ത അർഹമുർ റഹീമീൻ, നീ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. അല്ലാഹുവേ, നീ എനിക്ക് മാറ്റി തരണോന്ന് പോലും അയ്യൂബ് നബി പറഞ്ഞില്ല. അയ്യൂബ് നബിയുടെ ദുആ എങ്ങനെയാ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ ചില ദുആ അല്ലാഹുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതെന്താ? വിനയത്തോടെ, പടച്ചോനെ, എനിക്കൊരു വലിയ വിഷമത്തിലാണ് ഞാൻ, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കൂല, നീയാണെങ്കിലോ വഅന്ത അർഹമുർ റഹീമീൻ, നീ വലിയ കരുണയുള്ളവനാണ്. അല്ലാഹുവേ, മാറ്റിത്തരണോന്ന് പോലും പറഞ്ഞില്ല. നമ്മളെങ്ങനെയാ? പടച്ചവനെ മാറ്റിത്ത അല്ലാഹുവേ എന്ന് പറഞ്ഞ 4 നിലവിളിയും ബഹളം. അയലോക്കത്തുള്ളവനെ കിടക്കാൻ പറ്റൂല, അടുത്ത് കിടക്കണവനെ കിടക്കാൻ പറ്റൂല, ഈട്ടിയും ബഹളവും. അല്ലാഹു പറഞ്ഞതെന്താ? ادعوا ربكم تضرعا وخفيا دون الجهر من القول بالغدو والآصال ولا تكن من الغافلين. ادعوا ربكم تضرعا وخفيا, നിങ്ങളുടെ അല്ലാഹുവിനെ വിനയത്തോടെ സാവധാനത്തിൽ നിങ്ങൾ വിളിക്കീൻ. ദൂനൽ ജഹരി മിനൽ ഖൗലി, ഉറക്ക വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ പടച്ചതമ്പുരാനെ, നീ കരുണയുള്ളവനാണല്ലോ അല്ലാഹ്. കേക്കീൻ സഹോദരങ്ങളെ, ഇതാണ് തൗഹീദ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹിനെ ഓർക്കണം. അല്ലാഹുവിന് അയ്യൂബ് നബിയുടെ ദുആ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വലിയ ചരിത്രം വിതൽ വിടത്തുകയാണ്. അയ്യൂബ് നബിയുടെ ദുആ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ, നിന്റെ ദുആ ഞാൻ കേട്ടു. അയ്യൂബേ, എവിടെയാണ് അയ്യൂബേ നിൽക്കുന്നത്? അള്ളാഹുവേ, മരുഭൂമിയിലാണ് തമ്പുരാനെ. അള്ളാഹു പറഞ്ഞു, അയ്യൂബേ,
സൂറത്ത് സ്വാദിൽ കാണാം. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിലും മെല്ലെ ഒന്ന് വരക്കുക. അയ്യൂബ് നബി മരുഭൂമിയിലും മെല്ലെ ഒന്ന് കാലുകൊണ്ട് വരക്കുമ്പോ ഒരു ജലസാന്നിധ്യത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഊഷരഭൂമിയുടെ നടുവിലതാ ഒരു ജലത്തിന്റെ നീ പൊട്ടിയൊലിക്കുകയാണ്. അയ്യൂബ് നബി എന്ന ആ പ്രവാചകന്റെ കാൽപ്പാടം തൊടയാൻ താമസം മരുഭൂമിയുടെ നടുവിൽ ഒരു ജലസരിത്ത് നിർഗളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അള്ളാഹു പറഞ്ഞ, അയ്യൂബേ 40 അടി കൂടി മുമ്പോട്ട് നടക്കുക. അയ്യൂബ് നബി 40 അടി കൂടി മുമ്പോട്ട് നടന്നു. ഒന്നുകൂടി കാലൊന്ന് സ്പർശിക്കയ്യൂബേ. അയ്യൂബ് നബി രണ്ടാമതും കാലുകൊണ്ട് മരുഭൂമിയിൽ ഒന്ന് സ്പർശിച്ചപ്പോ മരുഭൂമിയിൽ രണ്ടാമത്തെ ജലസരിത്ത് നിർഗളിച്ചു. 2 നീരുറവകൾ മരുഭൂമിയിലൂടെ ഒലുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ റബ്ബാരെന്നറിയുമോ? മരുഭൂമിയുടെ നടുവിൽ നിന്ന് നീരുറവ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ റബ്ബുണ്ടല്ലോ. കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ തമ്പുരാ. അല്ലാഹു പറഞ്ഞ, അയ്യൂബേ നിന്റെ ശരീരം മുഴുവന് പടുത്തു വിറങ്ങലിച്ച് നിൽക്കുകയല്ലേ? ആ കാലുകൊണ്ട് പച്ചവെള്ളത്തിലൊന്ന് മുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ റബ്ബിനോട് ചോദിച്ചു അത്രേ. അല്ലാഹുവിന്റെ ഖുർആനാണ്. അല്ലാഹുവേ മാരകമായ രോഗം മാറാൻ പച്ചവെള്ളത്തിൽ കാല് മുക്കിയാൽ എങ്ങനെയാണ് അല്ലാഹുവേ മാറുന്നത്? ഹദാ മുഗ്തസലുൻ ബാരിദും വശറാബ്. ഇത് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പച്ചവെള്ളമല്ല റബ്ബേ. അയ്യൂബ് നബിയെ സംബന്ധിച്ചോളം പച്ചവെള്ളത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് കുടിക്കാൻ കൊള്ളാം, മറ്റൊന്ന് കുളിക്കാൻ കൊള്ളാം. മൂന്നാമതൊരു ഉപയോഗമുണ്ടോ തമ്പുരാനെ? എന്തിനാണ് സഹോദരങ്ങളെ സംശയിക്കുന്നത്? എന്തിനാണ് റബ്ബിന്റെ കുദരത്തിൽ സംശയിക്കുന്നത്? എന്തിന്? അല്ലാഹു പറഞ്ഞു, പച്ചവെള്ളത്തിലേക്ക് കാലുമുക്ക്. ഞാനല്ലയോ നിന്നോട് പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പച്ചവെള്ളത്തിൽ കാലുകുത്തേണ്ട താമസം അയ്യൂബ് നബിയുടെ മാരകമായ രോഗം മുഴുവനും അപ്രത്യക്ഷമായി. അയ്യൂബ് നബിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅൻസലല്ലാഹു ജറാദൻ മിനൽ ദഹബ്. അല്ലാഹു സ്വർണ്ണത്തിന്റെ വെട്ടുകൾ ഇറക്കി കൊടുത്തു. പഴയ സുഭിക്ഷതയിലേക്ക് അയ്യൂബ് നബി കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് പറയുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ, ആരാ അയ്യൂബ് നബി മാരകമായ രോഗം ബാധിച്ചിട്ട് കിടക്കുമ്പോ മരുഭൂമിയുടെ നടുവിൽ നിന്ന് അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിവ നൽകാണ്. മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാക്കിയ, മരുഭൂമിയുടെ നടുവിൽ നീരുറവ സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. സമൂദ് ഗോത്രം ബഹുമാനപ്പെട്ട സാലിഹ് നബിയോട് ദിട്ടാന്ന് ചോദിച്ചപ്പോ കരിമ്പാറക്കെട്ടിന്റെ നടുവിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായത് എവിടെ നിന്നാ? എവിടെയാ സമൂഹമേ ചരിത്രത്തിന്റെ ഗതിപഥങ്ങൾ മറന്നു പോകുന്നത്? എന്താ? ഇപ്പോഴും ഇറാഖിൽ പോയാൽ കാണാം, റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്നല്ലേ ജലപ്രളയം ഉണ്ടായത്. സാധാരണ അടുപ്പിൽ നിന്ന് തീയല്ലേ വരിക, പക്ഷേ റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ വഫാറ തന്നൂർ പറയുന്ന തന്തൂറടുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനും മുക്കിക്കളയാണ് ഒരു റൊട്ടിക്കച്ചക്കടവരക്കാരന്റെ തീ കനലുകളുടെ ഇടയിൽ നിന്ന് പച്ചവെള്ളത്തിന്റെ പ്രവാഹം സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. ആകാശത്ത് നിന്ന് ഈസാ നബിക്കും ആയുധ ഇറക്കി കൊടുത്ത നിന്റെ റബ്ബുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ ജീവിതത്തിന്റെ സർവ്വപ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന്റെ ആകുലതകളും വ്യാകുലതകളും പറയാൻ കഴിയുന്ന, പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോൾ രോഗത്തിന് ശിഫ നൽകിയതിന്റെ തമ്പുരാൻ. എന്തേ സഹോദരാ, പ്രയാസങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ അല്ലാഹ്